രാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ദിവസമാണ് നിങ്ങൾക്കറിയാം. വരുന്ന ഞായറാഴ്ച 28-ാം തീയതി നമ്മുടെ ഇടവകയിൽ നിന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ള എല്ലാവരും അതിന് പോകണം. അതിന് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലയിടത്തും സ്ത്രീകൾക്കുള്ള സാരി, യൂണിഫോമൊക്കെ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. അവർ യൂണിഫോമൊക്കെ ആയിട്ട് എല്ലാവരും പോകുന്നതിന് വരുന്ന ഞായറാഴ്ച പങ്കെടുക്കുകയാണ്. അതിന് മുൻപായിട്ട് 12 മണി കഴിയുമ്പോൾ എല്ലാവരും സ്ത്രീകളും യുവതിയുവാക്കന്മാരും കുട്ടികളും എല്ലാവരും വന്ന് അവിടെ നമ്മളൊരുമിച്ച് പോകുന്നതിന് വൈകിട്ടാരെങ്കിലും പോവുകയാണെങ്കിലും കസേരീസ് കോളേജിലേക്ക് നേരിട്ട് ചെല്ലണം. 2:30 റാലി ആരംഭിക്കും. അതിൽ റാലിയിൽ തന്നെ എല്ലാവരും പങ്കുചേരണം. ഇടവകയുടെ ഭാഗത്തുള്ള റാലിയിൽ തന്നെ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ അതിൽ തന്നെ രഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവനീയമായി കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്ക്. ഞങ്ങളുടെ രക്ഷകനാഥമായ മിശിഹായെ സുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ രഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി
സ്പീഡ് കണക്ക് സ്പീഡിൽ പിള്ളേരെ അവരെ നോക്കല്ലേ കാരണം ഞാൻ വേറെ എനിക്ക് കഴിഞ്ഞൊന്നും പറ്റില്ല അറിയില്ല ഇതുകൂടെ വേണ്ട ആറ്റിനാണെങ്കിൽ
ശതാബ്ദി സമാപനത്തിലേക്ക് നീങ്ങുന്ന ഈ അവസരത്തിൽ മിഷണറിമാരുടെ ഈ സംഗമം ഇന്ന് സമാപിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് സ്വാഗതം നേരുക ഈ സമ്മേളനത്തിലേക്ക് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ ലക്ഷ്യം. സഭ സ്വഭാവത്താൽ തന്നെ മിഷണറിയാണ്. ഇന്ന് ശിവമലബാർ സഭയുടെ പ്രേക്ഷകവർഷത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ വെച്ച് അഭിനന്ദ മേജർ ആർച്ച് ബിഷപ്പ് പിതാവ് നിർവഹിച്ചു. AD 345 വിശ്വാസ ചൈതന്യവുമായി പൂർവികരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ പോയാലും എണ്ണങ്ങൾ വേണ്ടാതെ നോക്കണം, 10 മുറയിലും എപ്പോഴും ചിന്തിപ്പ് വേണം എന്ന് പറഞ്ഞ ക്രിസ്തീയ ജീവിതവും പാരമ്പര്യവും പൈതൃകവും എല്ലാം മുറുകെ പിടിക്കുവാനായിട്ട് ആസ്വദിക്കാൻ നൽകിയ ആ നിർദ്ദേശം ശിരസ്വഹിച്ചുകൊണ്ട് കഴിഞ്ഞ 1600 പരം വർഷത്തേക്ക് ഘനായ ജനത അവരുടെ വിശ്വാസം പരീക്ഷിക്കുകയും അത് ഓരോ ദിവസവും തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ശിവമലബാർ സഭയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ 20 അംഗസംഖ്യയിൽ ഉള്ള ഈ 20 മിഷണറി പ്രവർത്തനത്തിൽ ഒട്ടും പിന്നിലല്ലെന്ന് മാത്രമല്ല ചില അവസരത്തിൽ മുൻപിലും കയറി വന്നിട്ടുണ്ട്. 1500 മിഷണറിമാര് ഉള്ള ഇവിടെ ഇന്ന് ഈ മിഷണറിമാരുടെ ഈ സംഗമം എല്ലാവർക്കും ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സേവനം ചെയ്യുന്ന ഘനായ മക്കളായ മിഷണറിമാർക്ക് എല്ലാവർക്കും വരാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് ഇത്രയും പേര് വളരെയധികം മുൻപോട്ട് കഴിച്ചു വന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഞാൻ എന്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത അഭിമുലക്കാട്ട് പിതാവാണ്. തിരുവനന്തപുരം ഈ പ്രത്യേക ശതാബ്ദി അവസരത്തിൽ വേണ്ട എല്ലാ വിധത്തിലും ശക്തമായിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും രൂപം കൊടുത്തുകൊണ്ട് നമ്മെ നയിക്കുന്നുണ്ട്. നമുക്കറിയാം 3 വർഷം മുൻപ് മുതൽ ശതാബ്ദി വർഷങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. ഓരോ വർഷവും ഓരോരോ പരിപാടികൾ, ഇടവക നവീകരണം, രൂപത നവീകരണം, കുടുംബ നവീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകുന്ന രൂപതയെ ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന മൂലക്കാട്ട് പിതാവിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഹൃദയംഗമായ സ്വാഗതം ഞാൻ നേരുന്നു. കോട്ടയം അതിരൂപതയുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനവും നിയതവും നൽകിയ അഭിനന്ദ പിതാവാണ്. ഇന്ന് ഭൂഖണ്ഡത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും മിഷണറിമാര്, നാനായ മക്കളായ മിഷണറിമാരുണ്ട്. അവിടേക്കെല്ലാം പുറമെ തുറന്നു കൊടുത്ത അഭിനന്ദ പിതാവാണ്. ആഫ്രിക്കയിലെ ടാൻസാനിയയിലും കാണ്ടുവായില് മഠങ്ങളുണ്ട്, ഉജ്ജയിനിൽ മഠമുണ്ട്, രാജ്കോട്ട് മഠമുണ്ട്. അതുപോലെ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം നാനായ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് മിഷണറിമാരെ ഇവിടുത്തെ വൈദികനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ അയച്ചു കൊടുക്കുന്നതിന് വേണ്ട കാരണം ആ പ്രേക്ഷിത സമൂഹമായ ജ്ഞാനായ സമുദായത്തിന്റെ ആ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ട നേതൃത്വങ്ങൾ കൊടുത്തു. അതിന് തീർച്ചയായിട്ടും പിതാവ് സന്തോഷത്തോടുകൂടി ഇന്ന് ഇവിടെ വരുമ്പോൾ ഈ കടത്തിയുടെ മകനായ അഭിമാനമായ കുട്ടികളുടെ മകനായ അഭിനന്ദ പിതാവ് കടത്തിയിൽ വെച്ച് ഈ മിഷണറി സംഭവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വരുമ്പോൾ പിതാവിനെ സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിതാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനപ്പെട്ട ഗ്രീഗരി കരാട്ടുമുതൽ പിതാവാണ്. പിതാവ് രാജകോട്ട് രൂപതയുടെ മുൻ മെത്രാനാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് അവിടെ നിന്ന് പ്രായത്തിന്റെ കൊണ്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. രാജകോട്ട് രൂപതയും കോട്ടയം രൂപതയും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട റമ്പാനിക്ക് വെച്ചത് ഈ രൂപത അഭിനന്ദിയ ജോനാസ് താണയിൽ കവിയുടെ പിതാവ് ആദ്യത്തെ ബിഷപ്പ് പിതാവിന്റെ സുഹൃത്തായിരുന്നു. അന്ന് വ്യക്തിപരമായി വരുന്നു. അങ്ങനെ ആ
ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വടക്കൻ പിതാവ് ഇപ്പോൾ ഇന്ത്യൻ രൂപതയുടെ മെത്രാനാണ്. അത് മാത്രമല്ല, സീറോ-മലബാർ സഭയുടെ സുവിശേഷവൽക്കരണത്തിന്റെയും കുടിയേറ്റക്കാരുടെ പ്രവാസികളുടെയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചാർജോടെ വഹിക്കുന്ന പിതാവാണ്. പട്ടയം രൂപതയ്ക്ക് സെന്റ് ജോസഫ് കോൺഗ്രസിന്റെ ഒരു മഠം ഉജ്ജയിലുണ്ട്. ഈ രൂപതയായിട്ടും തീർച്ചയായിട്ടും ആ പതി കൂടുതൽ ബന്ധമുണ്ട്. ജ്ഞാനായ മക്കള് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അവരുമായിട്ടൊക്കെ തീർച്ചയായിട്ടും ബന്ധപ്പെടുന്നു. അവർക്ക് വേണ്ട സഹായ സാധനങ്ങൾ അഭിവൃദ്ധി പിതാവ് ചെയ്യുന്നു. അതിന്റെ പിതാവ് ഇന്നിവിടെ വന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നതിന് സന്ദർശ കാണിച്ചതിന് പിതാവിന് ഹൃദയമായ സ്വാഗതം. അഭിനന്ദന ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ് മിയാവ് രൂപതയുടെ മെത്രാൻ. കോട്ടയം രൂപതയിലെ ഈ മിഷണറി സംഗമത്തിന് രാവിലെ മുതൽ ഇതിൽ പങ്കെടുക്കുകയും മിഷണറി സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പിതാവിനെ പറ്റി പറഞ്ഞാൽ എല്ലാ സ്ത്രീകന്മാരും വിശ്വാസികളായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷെ ഒരാളെ പറ്റി അതിനൊരു പ്രത്യേക എടുത്തു പറയുന്നു, അത് പൗലോസിനെ പറ്റി പറയുന്നത്. അങ്ങനെ പ്രത്യേക എടുത്ത് ഈശ്വരനെ പറ്റി പറഞ്ഞ മറ്റെല്ലാ പിതാക്കന്മാരും വിശ്വാസന്മാരാണ്. പക്ഷെ ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവിനെ പറ്റി പറഞ്ഞാൽ അരുണാചൽ പ്രദേശില് ഒരു സെമിനാരിക്കാരനായിരുന്നത് പോലെ അന്ന് നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ അവിടെ റിലീജിയസ് സ്വാതന്ത്ര്യം അന്ന് അനുവദിക്കാത്ത കാലഘട്ടത്തിലും യേശുവിന് വേണ്ടി നുഴഞ്ഞു കയറി യേശുവിന്റെ സന്ദേശം നൽകുന്നതിന് പരിശ്രമിച്ച വ്യക്തിയാണ് സെമിനാരിക്കാരനായിരുന്ന കാലം മുതൽ. ഇപ്പോൾ നടക്കുന്ന ആരെങ്കിലും വരുന്നു പിതാവിനെ പറ്റി ചോദിച്ചാൽ പിതാവിൻ ലീഡേഴ്സ് വണ്ടർഫുൾ വർക്ക് എന്ന് പറയും. അങ്ങനെ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചിരിക്കുന്ന അഭിനന്ദന പള്ളിപ്പറമ്പിൽ ജോർജ് പിതാവിന് ഹൃദയംഗമായ സ്വാഗതം നൽകുന്നു. ഇപ്പോൾ രാജപള്ളി രൂപതയുടെ മെത്രാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് ചിറ്റൂപ്പറമ്പിൽ കർമ്മദാസ വസീയമായി അംഗമാണ്. അഭിനന്ദന പിതാവ് നമ്മുടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയിൽ രാജപള്ളി രൂപതയിൽ നിന്നുള്ള ബന്ധം അത് ആരംഭം പോലുള്ളതാണ്, തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രണ്ട് ഗവൺമെന്റ് അവിടെയുണ്ട്, സെന്റർസുകാര്. അപ്പൊ അങ്ങനെ ഈ രൂപതയായിട്ടുള്ള നിരന്തരമായ ബന്ധം ഓരോരുത്തരിൽ കൂടെയുണ്ട്. ആ ബന്ധം തീർച്ചയായിട്ടും നമുക്ക് രാജപള്ളി രൂപ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജെയിംസ് ടോപ്പിൽ പിതാവ് ഈ വർഷത്തില്, ഈ ശതാബ്ദി വർഷത്തില് ഈ രൂപതയെ സംബന്ധിച്ച് പിതാവ് തന്നെ പറഞ്ഞതുപോലെ ഈ രൂപതയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്. അദ്ദേഹത്തെ ശ്രീയന്മാരുടെ പിൻഗാമിയായിട്ട് നിയമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിയമന വാർത്ത ഒരു മാസം മുമ്പ് വന്നപ്പോൾ അത് തന്നെ പിതാവ് വിളിച്ചു, ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുടെ വരണം, തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു. ഈ കൊറോണയിൽപ്പെട്ട 603 ഇടഭാഗമാണ്. അവിടെ കോഹിമാൻ രൂപതയില് വളരെയധികം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ളവർക്കെല്ലാം അറിയാം, നമുക്ക് അറിയാവുന്നവർക്കും അറിയാം. എന്താണെങ്കിൽ
പ്രാർത്ഥിക്കുന്ന ആശുസ്സും മേറിന് വിശിഷ്ടേഷൻ മാർഗേഷ മാനേജർക്കാരനെയും ദയവായി സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരെയും മിഷണറിമാരായ നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കോട്ടയം അതിരൂപതയുടെ ശതാബ്ദിയുടെ ആഗോള ജ്ഞാനായ സഭയുടെ അമരവും അണിയവും നിയന്ത്രിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ തന്നെ ഇതിഹാസ പുരുഷനായി മാറുന്ന നമ്മുടെ ജ്യേഷ്ഠപിതാവ് തന്റെ അജഗണങ്ങൾക്ക് ആശയും ആവേശവും പ്രത്യാശയും നൽകുന്ന ജ്ഞാനായ മക്കളുടെ സുരക്ഷയും ലക്ഷ്യവും ചിറകിലൊതുക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു കോട്ടക്കാടിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോഴത്തെ മെത്രാൻ മാർ ജോസിജു പിതാവേ, രാജകോട്ടെ ബിഷപ്പ് എമരിറ്റസായ ഗിരികരയുടെ പിതാവേ, സിറോ മലബാർ സഭയുടെ പ്രവാസി കാര്യങ്ങളുടെ കമ്മീഷന്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട ജോർജ്, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മുടക്കൽ, സിസ്റ്റേഴ്സ്, പ്രദേശ് സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, കോട്ടയം അതിരൂപത ശതാബ്ദി ആഘോഷങ്ങള് വിവിധ കൊറോണകളിലൂടെ അതിന്റെ ആഘോഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് നാം മുന്നോട്ട് വരികയായിരുന്നു. ഈ സമാപനത്തിനടുത്ത അവസരത്തില് കടുത്തുരുത്തി കൊറോന കോട്ടയം അതിരൂപതയിലെ തലപ്പള്ളിയായ കോട്ടയം കടുത്തുരുത്തി കൊറോനയിൽ വെച്ച് മിഷണറി സംഗമം നാം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ 10-ാം ലിയോസിന്റെ തിരുനാൾ കൂടിയാണ് എന്നുള്ളത് ഈ മിഷണറി സംഗമത്തിന് പ്രത്യേകമായ ഒരു ചാരുത പകരുന്നുണ്ട്. കടുത്തുരുത്തി കൊറോനയും മിഷണറി സൊസൈറ്റി ഓഫ് സെയിന്റ് പൈസ്റ്റനും സംയുക്തമായിട്ട് ചേർന്നാണ് മിഷണറി സംഗമം ഇവിടെ നടത്തുന്നത്. ഈ മിഷണറി സംഗമം ഇവിടെ നടത്തുമ്പോൾ ദൈവകൃപയാല് ഇതിന് ചില പ്രത്യേക സാങ്കത്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്കറിയാം, സിറോ മലബാർ സഭ 2011-2012 പ്രേക്ഷിത വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ 2011 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതാ കേന്ദ്രങ്ങളിലെ കത്തീഡ്രൽ ദേവാലയങ്ങളില് തിരിതെളിച്ചുകൊണ്ടാണ് മിഷൻ വർഷം അല്ലെങ്കിൽ പ്രേക്ഷിത വർഷം ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രേക്ഷിത വർഷം നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മളെ ശതാബ്ദിക്കായി കൊളുത്തിയ ആ ദീപനാളത്തിൽ നിന്നാണ് ഈ പ്രേക്ഷിത വർഷത്തിലേക്കുള്ള മിഷൻ നാളം നാം കൈമാറിയത്. അതിന് വളരെയേറെ അർത്ഥമുണ്ട്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങളും ഉൾക്കാഴ്ചകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ശതാബ്ദി ആചരണത്തിലൂടെ നാം നേടിയെടുത്ത തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിൽ മുന്നേറുവാനുള്ള നമ്മുടെ തീരുമാനം പ്രേക്ഷിത മേഖലയിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ഒരാഹ്വാനമായിട്ട്, അവസരമായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കും. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവ ഒരു ആഹ്വാനമാണ്
അവിടെ നാം കാണുന്ന ഒരു വലിയ സവിശേഷത ഏതായാലും വൈദികരോ ക്രിസ്ത്യൻസോ മാത്രം പോയി നടത്തുന്ന ഒരു മിഷൻ പ്രവർത്തനമല്ല ജ്ഞാനായ സമുദായത്തിന്റെ മിഷൻ പ്രവർത്തന ശൈലി. കൈമാറി കൊണ്ടുപോകുവാനുള്ള കരുത്ത് പകർന്ന ആ ഒരു വലിയ പൈതൃകമാണ്, പാരമ്പര്യമാണ് ജ്ഞാനായ മിഷണറി ചൈതന്യത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ആ ചൈതന്യത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും മിഷൻ പ്രവർത്തനങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നവസുവിശേഷവൽക്കരണത്തിനായിട്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം
സന്ദേശം പ്രാവർത്തികമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിലാണ് ഈ മിഷണറി സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചിന്തകൾ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് അപ്പുറം ശിരോമണിമാർ മിഷണറിമാര് ഒന്നിച്ച് വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമനെ സന്ദർശിച്ചപ്പോൾ അവരെ ഊണിന് ക്ഷണിച്ചു. അല്പം താമസിച്ചാണ് മാർഗോപ്പ പോയത്. വന്നു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, പക്ഷേ താമസിച്ചു പോയി, എങ്കിലും നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥന ചൊല്ലി ആരംഭിച്ചു കഴിഞ്ഞ ഉടനെ പരിശുദ്ധ പതുക്കെ പറഞ്ഞു, അപ്പോഴേ നിങ്ങളുടെ സഭ തുടങ്ങിയത് മാർത്തോമാ ശ്ലീഹായാണല്ലോ, അതല്ലേ നിങ്ങളുടെ പാരമ്പര്യം? ഉടനെ വാചാരമായി പലരും കേട്ടു പറഞ്ഞു, നിങ്ങളുടെ ട്രഡീഷൻ, സ്ട്രോങ് ട്രഡീഷൻ എന്ന് തറപ്പിച്ചു എന്നോട് പറഞ്ഞു. പക്ഷേ സുറിയാനി കുടിയേറ്റക്കാരല്ലേ നിങ്ങളുടെ ലിറ്റർജി ആരാധനവും നാട്ടിൽ കൊണ്ടുവന്നത്? അന്നേരം വലിയ ബഹളമൊന്നും കണ്ടില്ല. എന്ന് പറ്റി മാർത്തോപ്പ വിളില്ല. മാർത്തോപ്പ ചോദിച്ചു, ഇതെന്നറിയാം? അന്ന് അവിടെ ഉണ്ടായിരുന്ന മലങ്കര മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയസ് പറഞ്ഞു, 4th സെഞ്ചുറി എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ തൃപ്തനാക്കിയില്ല. വിച്ച് ഇയർ കഴിഞ്ഞു. രണ്ടാമത് തോന്നിയിരിക്കുന്ന ഒരു ചോദ്യം, രണ്ടാമത്തെ മിഷണറി ആരാണ്? അതിന് മറുപടി പറയുവാൻ കുറെ നൂറ്റാണ്ടുകൾക്ക് ആരും സാധിച്ചില്ല. എന്നാൽ 445 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മിഷണറി തന്റെ സഹപ്രവർത്തകരോടുകൂടി ഇവിടെ വന്നു ഉറഹമാറിയോടുകൂടി ഷമ്മാശന്മാരുടെ വൈദികരോടുകൂടി കേരളത്തിൽ വന്നു. അവരാണ് രണ്ടാമത്തെ മിഷണറി പ്രവർത്തകർ. മാർത്തോമായുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോയത് സജ്ജീകരിച്ചത് ഈ സമൂഹമാണ്. ഞാൻ ഇത് പറയുന്നതിന് കാരണം പലപ്പോഴും ഈ സംഗതി വിസ്മരിക്കപ്പെടുകയാണ്. ഈ 16ാം നൂറ്റാണ്ടില് വിദേശികളാൽ വരുന്നതാം വരെ ഇവിടെ ആരും മിഷണറിമാരെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഈ സമൂഹം സുവിശേഷം പ്രസംഗിക്കുന്നു, പള്ളികൾ വെച്ചിരുന്നു, ക്രൈസ്തവ ജീവിതത്തിന് ആകവും മുഖവും ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. നമുക്ക് മിഷണറിമാരുണ്ട്. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു സംഗതി, വലിയ തയ്യാറെടുപ്പൊന്നും കൂടാതെ തന്നെ ഏതാണ്ട് 1000 മിഷണറിമാർ പോയതിൽ
ഉൾക്കടമായ ദാഹം പലരും കാണിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇടവകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന വലിയ സന്യാസിനി ജോലികൾക്ക് അല്പം കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള കുറവായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ഞാനായ സമുദായം ഉള്ളിടത്തോളം കാലം ഇവിടെ വലിയൊരു ക്ഷാമം ഉണ്ടാവുകയില്ല, സന്യാസിനികളുടെ ക്ഷാമം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഇച്ചിരി ഏറ്റക്കുറച്ചിൽ ഒന്നുമില്ല. കാരണം ഈ ചിന്ത നമ്മുടെ ഓടുകൂടി പിറവിയോടുകൂടി രക്തത്തിലൂടെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഇവിടെ വന്നിട്ടുള്ള മിഷണറിമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവരുടെ ഓർമ്മകൾക്ക് ധാരാളമായി സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മോട് സഹകരിക്കുന്ന മിഷണറി പിതാക്കന്മാർക്ക് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. The most dignitary guest of the day, the Bishop of Uche and the Chairman of Commission for Evangelization and Pastoral Care of Migrants, Mark Sebastian Vadakere. He is also the member of the Council of Bishops of Madhya Pradesh. Here, I heartily welcome Mark Sebastian Vadakere for the valedictory address. ഈ സമ്മേളനത്തിലെ അധ്യക്ഷനായ നമുക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് മുലക്കാട് പിതാവ്, ബഹുമാനപ്പെട്ട പുണ്യശ്ശേരി പിതാവ്, ബഹുമാനപ്പെട്ട പിതാക്കന്മാര്, സ്റ്റേജിൽ ഉപസ്ഥരായിരിക്കുന്ന വൈദികര്, സന്യസ്തര്, വിശിഷ്ടാതിഥികൾ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വൈദികരും സന്യസ്തന്മാരുമായ മിഷണറിമാരായ സഹോദരങ്ങളെ, നമുക്ക് ഇതിനായിട്ട് ക്ഷണിച്ചപ്പോൾ മിഷണറി സംഗമമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് സെമിനാരി അടുത്താണ് ഇന്ന് കൊടുങ്ങല്ലൂര് സമ്മേളനമൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വന്നു ചേരണമെന്ന് വളരെയധികം ആഗ്രഹിക്കും, വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. പിന്നെ അതിന്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതിന് പ്രത്യേകമായിട്ട് പിതാക്കന്മാർക്ക് നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ സഭയുടെ പേരിൽ പ്രത്യേകിച്ച് കമ്മീഷന്റെയും ഇവാഞ്ചലൈസേഷന്റെയും ചാർജുള്ള ആ കമ്മീഷന്റെയൊക്കെ ചെയർമാൻ എന്നതിൽ സഭയുടെ എല്ലാ പിതാക്കന്മാരുടെയും പ്രത്യേകിച്ച് അതിന്റെ പിതാക്കളോട് പറഞ്ഞു വിട്ടു പിതാവിന്റെ പേരിൽ ആശംസകൾ നമ്മളെ നേരണം. പിതാക്കന്മാരുടെ എല്ലാവരുടെയും പേരിൽ ഈ കോട്ടയം അതിരൂപതയ്ക്ക് ശതാബ്ദിയുടെ മംഗളങ്ങൾ, അതുപോലെ തന്നെ വിശ്വപ്രതാപീസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ, മിഷണറി സംഗമത്തിന്റെ മംഗളങ്ങളൊക്കെ വളരെ സ്നേഹപൂർവ്വം ചെയ്യുകയാണ്. പ്രേക്ഷിത സമ്മേളനമാണ്, അർത്ഥവത്താണ് എന്ന് മുലക്കാട് പിതാവിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മുടെ മക്കളെ കാണാനായിട്ട്, സഹോദരങ്ങളെ കാണാനായിട്ട് പോകാൻ ഇടയായിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ സന്ദർശിക്കാനായിട്ട് പോകാൻ ഇടയായിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ജ്ഞാനായ സഹോദരങ്ങളെ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ജ്ഞാനായ
CMR നടപടി പുസ്തകത്തിലെ 1-ാം